നമസ്കാരം. ഞാൻ എം.എൻ. കാരശ്ശേരി. എൻ്റെ സുഹൃത്ത് ടോം മേലുകാവ് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലയിലെ അറക്കുളം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ജനുവരി 30 ഒരു ഗാന്ധി സ്മൃതി പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു പേരാണ് ഇപ്പോൾ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ, ജീവിത മാതൃക, അതൊക്കെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. എന്താണെന്ന് വെച്ചാൽ ഹിംസ പെരുത്ത ഒരു കാലം. ഗാന്ധിജിയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമാണ്. ഹിംസ കൊണ്ട് ഒരു കാര്യവും ലോകത്താരും പരിഹരിച്ചിട്ടില്ല. തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും, പക്ഷേ അത് പിന്നെ തിരിച്ചാവും. അങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രമാണെങ്കിലും കുടുംബങ്ങളുടെ ചരിത്രമാണെങ്കിലും വ്യക്തികളുടെ ചരിത്രമാണെങ്കിലും ഒക്കെ അത് തന്നെ സ്ഥിതി. അപ്പോൾ ഗാന്ധി ഒരിക്കലും പറയുന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്ന ഒരു ആയുധമില്ല, അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഞാനത് എടുക്കാൻ പറഞ്ഞേനെ എന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ സ്ഥിതി? രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറുക്കാനുള്ള, അറക്കാനുള്ള ഒരു മേഖലയായിട്ട് മാറിയിരിക്കുക. ഗാന്ധിക്ക് വെറുപ്പില്ല ഒന്നിൻ്റെ പേരിലോ, മതത്തിൻ്റെ പേരിലോ, ജാതിയുടെ പേരിലോ, ഭാഷയുടെ പേരിലോ, ദേശത്തിൻ്റെ പേരിലോ ഒന്നുമില്ല. അപ്പോൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കാൻ വേണ്ടി സമരം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരോട് സ്നേഹമാണ്. അത് രണ്ടും കൂടി എങ്ങനെയാണ്? അതാ, മറ്റതൊരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ബ്രിട്ടീഷ് ഭരണം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്ഥാപനമാണ്, അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. അതിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ അതിൻ്റെ ഇരകളായിരിക്കും. അപ്പം നമ്മൾ അവരെ വെറുക്കുന്നതിനർത്ഥമല്ല. അപ്പോൾ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയ. അതിൽ അന്യനില്ല, അന്യനും അവനവനൊക്കെ ഒന്നാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരോട് അവരുടെ നാട്ടിൽ പഠിച്ച ആളാകാത്ത ആ ഭാഷയോട്, സാഹിത്യത്തോട്, സംസ്കാരത്തോട് പല അളവിലും വലിയ സ്നേഹമുള്ള ആളാണ്. വിമർശനമുണ്ട്, അതാണ് നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം. വിമർശനമുണ്ട് എന്ന് വെച്ചിട്ട് സ്നേഹിക്കാൻ പാടില്ല എന്നല്ല, സ്നേഹമുണ്ട് എന്ന് വെച്ചിട്ട് വിമർശിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. സ്നേഹവും വിമർശനവും ഒന്നിച്ചു പോകും. സ്നേഹമുള്ളതുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത്. എന്തിനാണ് വിമർശിക്കുന്നത്? നന്നാവാനാണ് വിമർശിക്കുന്നത്. മറ്റേ ആൾ നന്നാവണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ. അതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശത്രുവായി. എന്താ കാരണം? വെറുപ്പ് കൊണ്ടാണ് വിമർശിക്കുന്നതെന്ന്. വെറുപ്പ് കൊണ്ട് വിമർശിക്കുന്നവരുണ്ട്. അവർ പലപ്പോഴും ശകാരിക്കുന്നു, ആക്ഷേപിക്കുന്നു, നിന്ദിക്കുന്നു. അപ്പോൾ ഈ നിന്ദയോ ശകാരമോ ആക്ഷേപമോ അധിക്ഷേപമോ ഒന്നും വിമർശനമല്ല. ഈ വ്യക്തികൾ നിന്ദിക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മതങ്ങളെ വിമർശിക്കുന്നു, അത് മതവിശ്വാസികളോട് വെറുപ്പുണ്ടായിട്ടല്ല. അല്ലെ ജാതിയെ വിമർശിക്കുന്നു, ആ ജാതിയിൽ ജനിച്ചു വന്ന ആൾക്കാരോട് വെറുപ്പുണ്ടായിട്ടല്ല. അപ്പോൾ ഇത് തിരിച്ചറിയുക എന്നുള്ളത് ഇന്നത്തെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇപ്പം എന്താ സ്ഥിതി? ഒരു പ്രണയലേഖനം വേണ്ട എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ അവളുടെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. അല്ലെങ്കിൽ ഈ കാമുകനെ വിഷം കൊടുത്തു കൊല്ലും. അച്ഛനും അമ്മയും കൂടി മക്കളെ കൊല്ലും, എന്നിട്ട് തൂങ്ങി മരിക്കും. അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലാൻ ഭാര്യ കൊട്ടേഷൻ കൊടുക്കും. അവിടെ എത്തിയപ്പോൾ രാഷ്ട്രീയ കൊലപാതകം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. എന്താ അതിനർത്ഥം? കൊലപാതകം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നല്ലേ? ആലോചിച്ച് നോക്കൂ. ആ വാക്ക് കേട്ടാൽ നമുക്ക് അർത്ഥം മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ്? അതൊരു സ്ഥാപനവൽകൃത കാര്യമായതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം അങ്ങനെ ഉണ്ട്. അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒരു പാർട്ടിയിൽ എല്ലാ പാർട്ടിക്കാർക്കും ബാധകമായ ഒരു കാര്യം അത്.
BJP-ക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, എല്ലാവർക്കും, ലീഗുകാരൊക്കെ അളവിൽ വ്യത്യാസം ഉണ്ടല്ലോ. അവർക്കിപ്പോൾ എൻ്റെ കണക്കിന് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾക്കൊക്കെ വലുതോ ചെറുതോ ആയ കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. ഒരു ജോലിയാണ് കേരളത്തിലിപ്പോൾ കൊട്ടേഷൻ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ തല്ലാനോ കൊല്ലാനോ വീട് തീ വെക്കാനോ കുടിയൊഴിപ്പിക്കാനോ ഒക്കെ ഗുണ്ടകളെ ഏൽപ്പിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഒരു ഗുണ്ടാരാജ് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഒരു യൂണിയൻ്റെ സമരം, ആ സമരം നടത്താൻ ഗുണ്ടകളുടെ പിന്തുണ, സമരം പൊളിക്കാൻ ഗുണ്ടകളുടെ പിന്തുണ, അത് ചോക്കും. അപ്പോൾ എന്താണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. ഒരാളെ ബലം പ്രയോഗിച്ചിട്ട് അയാളെ കീഴ്പ്പെടുത്താനാണ്, അടിച്ചോടിക്കാനാണ്. അതിപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഭരണപക്ഷത്തിന് ശക്തി കൂടുതലുണ്ടാവും, പക്ഷെ തത്വം ഒന്ന് തന്നെയാണ്. അതിപ്പോൾ എപ്പോഴും ഒക്കെ തല്ലിത്തീർക്കുക എന്ന് വല്ലാത്തൊരു ശൈലിയുണ്ട്. തല്ലിത്തീർക്കുക. പണ്ട് വടക്കൻ പാട്ടുകളിലൊക്കെ ഉള്ള ചേകോന്മാരുടെ കഥയുണ്ട്. മൂപ്പളമ തർക്കം എങ്ങനെ തീരുമാനിക്കുക? അത് അംഗം വെട്ടാണ്. അംഗം വെട്ടിയിട്ട് മരിച്ചവൻ, തോറ്റവൻ താഴെ പോയി, അംഗം ജയിച്ചവൻ മൂപ്പായി, അങ്ങനെയാ. അപ്പം ഇത് ഇപ്പോഴും രാഷ്ട്രീയത്തിലും ഇത് കാണുന്നുണ്ട് എന്നുള്ളത് എന്തൊരു കഷ്ടമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് കൊട്ടിക്കലാശെന്നൊരു ഏർപ്പാടുണ്ട്. അപ്പോഴൊക്കെ എന്തൊരു ഹിംസയാണ്. ഇപ്പോൾ ഒരു സമരം ചെയ്യാണ്, അത് സംഘർഷത്തിൽ കലാശിച്ചു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ടി വിയിൽ വാർത്ത കാണുന്നു. അതിപ്പോൾ രാഷ്ട്രീയ രംഗത്തുനിന്ന് മതരംഗത്തേക്കും സാമുദായിക രംഗത്തേക്കും തൊഴിൽ മേഖലയിലേക്കും കുടുംബത്തിലേക്കും വ്യക്തികളുടെ ഇടയിലേക്കൊക്കെ ഇപ്പോൾ കൂട്ടുകാർ, കോളേജിലും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർ കള്ളു കുടിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, എന്നിട്ട് തല്ലുകയോ കൊല്ലുകയോ ചെയ്യുന്നു കൂട്ടുകാരനെ. ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോഴാണ് പറഞ്ഞ് തെറ്റിയിട്ട് തല്ലി കൊല്ലുന്നത്. കാരണം തലയ്ക്ക് വെളിവില്ലല്ലോ. അപ്പോൾ ഗാന്ധി ഒരിക്കൽ പറഞ്ഞൊരു വാക്യം ഞാൻ പറയാം. ഇന്ത്യയുടെ ഏകാധിപതിയായി ഒരു നിമിഷത്തേക്ക് എന്നെ നിയമിച്ചാൽ ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇന്ത്യയിലെ എല്ലാ മദ്യശാലകളും അടച്ചു പൂട്ടുന്ന, ലഹരികൾക്ക് അത്ര എതിരുള്ള ഒരാളാണ് ഗാന്ധി. അതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജീവിതം ഏതാനും നിമിഷത്തെ ഈ ഒരു വ്യാജമായ ഒരു അനുഭൂതിക്ക് വേണ്ടി, എനിക്ക് അറിഞ്ഞൂടാ എന്താണ്, ഞാൻ വായിച്ചതും കേട്ടതൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോമിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ താമരശ്ശേരിയിൽ ഒരാൾ അയാളുടെ അമ്മയാണ് വെട്ടിക്കൊന്നത്. സ്വന്തം അമ്മയെ, അയാളുടെ ബാപ്പ അയാൾ ഉപേക്ഷിച്ചു പോയി. അമ്മയ്ക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. ആ മകൻ അമ്മയെ വെട്ടിക്കൊല്ലുകയാണ്. അതാണ് മയക്കുമരുന്നിൻ്റെ ശക്തിയാണ്. അതിപ്പോൾ ഒരു താമരശ്ശേരിയിലല്ല, ഒരു പ്രദേശത്തല്ല, ഒരു ജാതിയിലല്ല, ഒരു മതത്തിലല്ല, ഒരു പാർട്ടിയിലല്ല, എല്ലായിടത്തും. അപ്പോൾ ഈ ലഹരിയുടെ ആധിക്യം എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, ഹിംസ എങ്ങനെയാണ് കേരളീയ സമൂഹത്തിൽ ഒരു ലഹരിയായി പടരുന്നത്, ഈ തരത്തിലുള്ള, കാരണം നമുക്കിപ്പോൾ സമ്പത്തുണ്ട്, സമൃദ്ധിയുണ്ട്, സാക്ഷരതയുണ്ട്, പ്രബുദ്ധതയുണ്ട്, പക്ഷേ ഹിംസ പെരുകയാണ്. നാട്ടിലും റോഡിലും വീട്ടിലും ഒരുപോലെ ഹിംസ പെരുകുന്ന ഒരു കാലത്ത് നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ളത് ഗാന്ധി സ്മൃതിയിലേക്കാണ്. അങ്ങനെ അവിടുത്തെ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയൊക്കെ അഹിംസയെപ്പറ്റി ബോധമുള്ളവരാക്കി മാറ്റാൻ നിങ്ങളുടെ ഗാന്ധി സ്മൃതി പരിപാടിക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവിടുത്തെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വളരെ ശോഭനമായ, അഹിംസാനിഷ്ഠമായ, ലഹരി മുക്തമായ ഒരു ഭാവി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.